സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സ്മൃതി, CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിൽ BJP-യുടെ വളർച്ചയും ഈഴവ വോട്ടുകളുടെ ഷിഫ്റ്റും മാറിപ്പോകുന്നതിനെക്കുറിച്ചും പാർട്ടി വളരെ ആശങ്കപ്പെട്ടിരുന്നു. വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 23% വരുന്ന ഈഴവ വോട്ട് ബാങ്ക് കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനം, അതിനെക്കുറിച്ച് നന്നായിട്ടറിയാവുന്ന മൂന്നാം വട്ടവും LDF-നെ നയിക്കാൻ പോകുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് SNDP-യുടെ 30 വർഷത്തെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി സംസാരിച്ചത്. ഇത് വോട്ടിനു വേണ്ടിയാണോ? വോട്ടിനു വേണ്ടിയാണെന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. മാത്രമല്ല, ഈ പാർട്ടി കോൺഗ്രസിൽ തന്നെ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാട് നമ്മൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ദേശീയ തലത്തിൽ അതിൽ ആരോടൊക്കെ യോജിക്കാമോ അങ്ങനെ യോജിക്കണമെന്നുള്ള ആലോചന കൊണ്ട് നടന്ന പാർട്ടി കോൺഗ്രസ് ആണ്. നമ്മൾ കുറച്ച് പിന്നാക്കം നടന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ പലസ്തീൻ വിഷയമായാലും പൗരത്വ പ്രശ്നമായാലും ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്ന ഒരു തോന്നലുളവാക്കുന്ന പ്രവർത്തനങ്ങൾ CPM മുന്നോട്ട് വെച്ചിരുന്നു. അത് നമുക്കൊക്കെ കാണുമ്പോൾ വലിയ ആവേശം തോന്നിയൊരു കാര്യമാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഒരു മുന്നോട്ടുള്ള വരവ് CPM പിണറായി വിജയൻ പ്രത്യേകിച്ച് എടുത്ത് നടത്തിയിരുന്ന പ്രസംഗങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ആ പരിപാടികളിലേക്ക്, ആ പ്രതിഷേധ പരിപാടികൾ ആദ്യം നടത്തുകയും ആ പരിപാടിയിലേക്ക് ലീഗിനെ കൂടി ക്ഷണിക്കുകയും ലീഗിനും നമ്മുടെ ഭാഗമാകാമെന്ന് പറയുകയൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ചർച്ച ചെയ്താണല്ലോ. അന്ന് സമസ്ത രണ്ടാകുന്നു, സമസ്തയിൽ ഒരു വിഭാഗം ഇതിനോട് യോജിക്കുന്നു, ആ പരിപാടിയിലേക്ക് പോകാൻ ആലോചിക്കുന്നു, പരിപാടിയിൽ പോകുന്നു, പങ്കെടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ എന്തായി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ ആ പ്രതീക്ഷിച്ച വോട്ട്, ആ നടത്തിയ പ്രസംഗം, ആ നടത്തിയ പ്രതിഷേധം അത് വോട്ടായില്ല. അപ്പോൾ വോട്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം ഭരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. SN ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ 30 വർഷം അദ്ദേഹം എങ്ങനെ നിന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഈ 30 വർഷം അദ്ദേഹം എങ്ങനെ നിന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. വെള്ളാപ്പള്ളി ഈ 30 വർഷം നിന്നിരിക്കുന്നത് മതനിരപേക്ഷ നിലപാട് കൊണ്ടാണ്. അതിശക്തമായ മതനിരപേക്ഷ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഓരോ ഘട്ടത്തിലും പ്രസംഗത്തിന് തുടക്കം മുതൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഓരോ വരിയും പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ സുപ്രധാനമായ ചരിത്ര നിയോഗമാണ് ഈ പരിപാടി. അദ്ദേഹത്തിന് ഈ 30-ാം വർഷത്തിൽ ഉചിതമായ സ്വീകരണം ഏർപ്പെടുത്തിയ മുൻകൈയെടുത്തവർക്ക് തന്നെ അഭിനന്ദനം അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ അണികളുടെ സ്നേഹവിശ്വാസം തുടർച്ചയായി നേടുക, നിലനിർത്തുക, അണികൾ ആവശ്യപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പ്രവർത്തിച്ച് കാണിച്ച നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. വളർച്ചയിലേക്ക് സംഘടനയെ നയിച്ചതിനുള്ള അഭിനന്ദനം അദ്ദേഹം പറയുന്നു. പിന്നെ ഗുരു സന്ദേശങ്ങളെ പ്രായോഗിക രീതിയിൽ സമഞ്ജസമായി കൊണ്ടുപോകാനായി, അവിടെയാണ് പ്രത്യേകം ആ വരി ശ്രദ്ധിക്കണം, സമഞ്ജസമായി കൊണ്ടുപോയി. ഗുരുവാക്യങ്ങളെ സമഞ്ജസമായി കൊണ്ടുപോയിട്ടാണോ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ തവണയും വാർത്തയിൽ വരാറ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ ജാതി എൻ്റെ ജാതി എൻ്റെ ജാതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും എനിക്കൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന് ആവർത്തിച്ച് പറയുകയും, അത് പറയുന്നതിൽ കുഴപ്പമില്ല, സമുദായത്തിന് കിട്ടേണ്ടതിനെ കുറിച്ച് ചോദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അപര സമുദായ വിദ്വേഷം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ആവശ്യപ്പെട്ടുള്ളത്. അത് 5-ാം മന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട ലീഗിനെതിരെയുള്ള പ്രതികരണങ്ങളായാലും മുസ്ലിം വിരോധം എന്നുള്ള അദ്ദേഹം തുടക്കം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, നൌഷാദ് എന്ന ഒരു മനുഷ്യസ്നേഹി, ഒരാൾ ഓടയിൽ വീണ് മരിക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് അപകടത്തിൽപ്പെട്ട നൌഷാദിന്റെ മരണശേഷം ആ കുടുംബത്തിന് സഹായം ചെയ്തപ്പോഴാണ് ആ കൂട്ടർക്ക് കൊടുത്തു ഞങ്ങൾക്കില്ല എന്ന വാദവുമായി വന്നത്. അന്ന് രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. അന്ന് കേസെടുത്തു, അറസ്റ്റിലേക്കും പോയി. അതിനുശേഷം ജാമ്യം നേടി പുറത്തു വന്നു. കോടതി എന്നെ വെറുതെ വിട്ടില്ല എന്ന രൂപത്തിലൊക്കെയാണ് ഇന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത്. കോടതി പോലും അത് തെറ്റായിപ്പോയി എന്ന് വ്യാഖ്യാനിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇന്ന് അദ്ദേഹം പരിഹാസപൂർവ്വം പറയുകയാണ്, മലപ്പുറം മുസ്ലിം ലീഗ് ഇതൊക്കെയാണ് മാ എന്ന് ഉച്ചരിക്കുമ്പോഴേക്കും ആളുകൾ തെറ്റിദ്ധരിക്കുക, അതുകൊണ്ട് എനിക്ക് മാ എന്ന് പറയാൻ പോലും പേടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊരു പരിഹാസമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെയുണ്ടല്ലോ, അതിപ്പോൾ ആർക്കൈവ്സിലേക്കൊന്നും പോകാനായിട്ടില്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നടത്തിയ പ്രസംഗമല്ലേ, അതിവിടെ കിടക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുകയാണ്. അതിൽ അദ്ദേഹം മലപ്പുറത്തെ ഒരു രാജ്യമായി കാണുകയാണ്. ആ രാജ്യം ഒരു പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ആ കാണുന്നതിനെയാണ് പിണറായി വിജയൻ ഇന്ന് ന്യായീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ പറയുകയാണ്, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ, നമ്മുടെ പ്രസാദല്ലേ ആ ചോദ്യം ചോദിച്ചത്, ചോദ്യം ഇതായിരുന്നു, നവോത്ഥാന സംരക്ഷണ സമിതി അധ്യക്ഷനായി വെള്ളാപ്പള്ളി തുടരാമോ? ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. പകരം പറഞ്ഞു, അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നൊരു ഉപദേശ രൂപേണയുള്ള വാചകത്തിന് ശേഷം അദ്ദേഹം രണ്ടാമതായി പറയുന്നത് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ടെന്ന്. ആ വിശദീകരണം
ത്തിൽ തൃപ്തനാണോ പിണറായി വിജയൻ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം മുസ്ലിം ലീഗ് സ്വാധീനമുള്ള ഒരു സ്ഥലമായാലും അവിടെ ബാക്കിയുള്ളവർക്ക് ശ്വാസം മുട്ടുമെന്നാണോ അർത്ഥം? അതിനുശേഷം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ എങ്ങനെയാണ് മലപ്പുറം കഴിയുന്നത്, മലപ്പുറത്തെ ജനങ്ങൾ എത്രത്തോളം ഐക്യത്തോടു കൂടിയാണ് കഴിയുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രതികരണങ്ങളായ അനുഭവസ്ഥർ തന്നെ, വേറെ സ്ഥലങ്ങളിൽ മലപ്പുറത്ത് പോയി താമസിച്ചുള്ളവർ തന്നെ എത്ര പേർ പ്രതികരിക്കും നമ്മൾ കണ്ടാണ്. അപ്പോൾ അതാണ് മലപ്പുറം എന്നല്ല, മലബാറിലേക്ക് SNDP യോഗത്തിന് അങ്ങോട്ട് കടന്നു ചെല്ലാനും പ്രവർത്തിക്കാനും അവിടെ ഈ സമുദായ സംഘടനയെ വേണ്ട രീതിയിൽ വളർത്താനും കഴിയാതിരുന്നത് അത് വെള്ളാപ്പള്ളിയുടെ വീഴ്ചയാണ്. ഇതിപ്പോൾ വിദ്യാസാഗർ ഞാൻ നടത്തിയ ചർച്ചയിൽ 7 മണി ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 30 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അതായത് സമുദായത്തിനൊന്നും കിട്ടിയില്ല, സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, സമുദായത്തിന് വളർച്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് 30 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പരാജയമാണെന്ന് കാണിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന കാര്യം. മാത്രമല്ല കുടുംബസമേതം സംഘടനാ പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അത് വനിതാ വിഭാഗം നേതാവ്, മകൻ യുവ നേതാവായി നിൽക്കുന്നു, അദ്ദേഹം ഇപ്പുറത്തു നിൽക്കുന്നു. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയ്ക്ക് മകന് BJPയുമായി ചങ്ങാത്തൻ സ്ഥാപിക്കാനായി മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. ചില ഘട്ടങ്ങളിൽ മോദിയെ പുകഴ്ത്തുന്നു. മോദിയും 3-ാം വട്ടം വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മോദിയും വന്നു. ഇപ്പോൾ പിണറായി വിജയനും 3-ാം വട്ടം വരുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെയും പറയും ഇവിടെയും പറയും. അങ്ങനെ പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ തള്ളിപ്പറയാത്തത് വോട്ടുറപ്പിക്കാൻ മാത്രം ആണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് പിണറായി വിജയന് വേണ്ടിയുള്ള ഒരു പാലമായി വെള്ളാപ്പള്ളി പ്രവർത്തിക്കുകയാണോ എന്ന സംശയം കൂടി പല കേന്ദ്രങ്ങളിലും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ മകൾക്കെതിരെയുള്ള കേസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പുള്ള സ്വർണ്ണക്കടത്ത് കേസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും, ഒരു ഘട്ടം വരെ പോകും, പിന്നീട് അത് അയഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ അയക്കാനുള്ള സംവിധാനമായി വെള്ളാപ്പള്ളി പ്രവർത്തിക്കുമോ, അങ്ങനെ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് സമുദായ നേതാക്കളോടൊക്കെ വേണ്ടപ്പോൾ കൃത്യമായി രാഷ്ട്രീയ പ്രതികരണം നടത്താൻ ശക്തിയുള്ള ചങ്കുറപ്പുള്ള നേതാവായിട്ടാണ് നമ്മൾ കേരളം കണ്ടിട്ടുള്ളത്. ഇവിടെ മത്തായി ചാക്കോയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ബിഷപ്പ് ഒരു പ്രതികരണം നടത്തിയപ്പോൾ അദ്ദേഹം വിശ്വാസിയായിരുന്നു. അദ്ദേഹം അവസാനം ശ്വാസം വിശ്വാസിയായിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് നികൃഷ്ടജീവി എന്ന പ്രയോഗമാണ്. അതിൽ കൂടിപ്പോയെന്ന് തോന്നിയെങ്കിലും അന്ന് അദ്ദേഹം അത് പറയാൻ ധൈര്യം കാട്ടി. പിന്നെ പ്രവാചകന്റെ തിരുമുടി എന്നുള്ള പ്രയോഗത്തിൽ ഇവിടെ കാന്തപുരം വിഭാഗത്തിന് മറുപടി കിട്ടിയല്ലോ. അത് ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ധൈര്യം മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയനാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ സരസ്വതി വിലാസം എന്നുള്ള പ്രയോഗം എന്തൊരു കേരളത്തിനോടുള്ള ഒരു പരിഹാസമായിട്ടാണ് ആ വാക്ക് വരുന്നത്. സരസ്വതി വിലാസമാണോ ഈ കേരളം കേട്ടത്? ഈ വർഗീയ പരാമർശത്തെ സരസ്വതി വിലാസമായി പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് കാര്യങ്ങൾ ആളുകളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള പ്രത്യേക ശേഷിയുണ്ടത്രേ. എത്തിക്കുന്ന ഏത് രൂപത്തിലാണെന്നുള്ളതും പിണറായി വിജയൻ കാണുകയല്ലേ. 2015 ഇതേ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ RSSന്റെ ആജ്ഞാനുവർത്തി എന്ന് വിളിച്ച വാർത്തയായിട്ടുണ്ട്. 2015 നിന്നും 2025 വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് നവോത്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവന? അദ്ദേഹത്തിന്റെ മകനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി BJPയുടെ കൂടെ പോയി എന്നുള്ളതാണോ? അതാണോ സംഭാവന? അപ്പോൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന സംരക്ഷണ സമിതി സ്ഥാനത്ത് അദ്ദേഹം തുടരാമോ എന്ന ചോദ്യത്തിന് ഇതുവരെ പിണറായി വിജയൻ ഉത്തരം പറഞ്ഞിട്ടില്ല. പിണറായി വിജയന് ഉത്തരം പറയാൻ താല്പര്യമുള്ളതേ അദ്ദേഹം പറയുകയുള്ളൂ. അദ്ദേഹം ഇന്ന് കേരളത്തിനോട് പറഞ്ഞിരിക്കുന്ന മറുപടി കേരളം അതിന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പിണറായി വിജയനെയും വെള്ളാപ്പള്ളിയും ഒരേ മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ ദൃശ്യം ഒരു കേരളത്തിലെ ഒരു അശ്ലീല ദൃശ്യമായി നിൽക്കും. Meet the editors. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.